സഹദ് മോന്റെ സന്തോഷ ദിവസം. പുലർച്ചെയുള്ള ബാങ്ക് വിളി കേട്ടാണ് സഹദ് ഉണർന്നത്. സാധാരണ ഉമ്മച്ചി വന്ന് തട്ടിവിളിക്കണമെങ്കിലും ഇന്ന് സഹദ് വേഗം എഴുന്നേറ്റു. കാരണം ഇന്ന് അവന്റെ ആദ്യത്തെ മദ്രസ ദിവസമാണ്. പുതിയ ഉടുപ്പും നിക്കറും ധരിച്ച് തലയിൽ നല്ല വെളുത്ത തൊപ്പിയും വെച്ച് സഹദ് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ഉമ്മച്ചി അവന്റെ കണ്ണിൽ മഷിയെഴുതി കൊടുത്തു. ഉപ്പച്ചി വാങ്ങിത്തന്ന പുതിയ ബാഗിൽ ഒരു പുസ്തകവും പെൻസിൽ ബോക്സും കരുതിയിട്ടുണ്ട്. മദ്രസയിലേക്കുള്ള യാത്ര. ഉപ്പച്ചിയുടെ കൈ പിടിച്ചാണ് സഹദ് മദ്രസയിലേക്ക് നടന്നത്. വഴിയിലുടനീളം തന്നെപ്പോലെ തന്നെ പുതിയ ബാഗും തൂക്കി പോകുന്ന കൂട്ടുകാരെ കണ്ടപ്പോൾ അവന്റെ പേടി മാറി. മദ്രസയുടെ വലിയ ഗേറ്റ് കടന്നപ്പോൾ മുറ്റത്ത് ഒത്തിരി കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. മദ്രസയുടെ വരാന്തയിൽ എത്തിയപ്പോൾ ഉപ്പച്ചി പറഞ്ഞു, സഹദ് മോൻ നന്നായി പഠിക്കണം കേട്ടോ. ഉസ്താദുമാരെ ബഹുമാനിക്കണം. സഹദ് തലയാട്ടി. വലിയ താടിയും വെള്ള വസ്ത്രവും ധരിച്ച ഉസ്താദ് കുട്ടികളെ ഓരോരുത്തരെയായി അകത്തേക്ക് വിളിച്ചു. സഹദിന്റെ നെഞ്ചിടിപ്പ് അല്പം കൂടി. പക്ഷേ ഉസ്താദ് ചിരിച്ചുകൊണ്ട് അവന്റെ തലയിൽ കൈവച്ചു. ക്ലാസ് മുറിയിൽ. ക്ലാസ്സിൽ എല്ലാവരും നിലത്തിരിക്കുകയാണ്. ഉസ്താദ് ബോർഡിൽ ആദ്യത്തെ അക്ഷരം എഴുതി, അലിഫ്. മക്കളെ, എല്ലാവരും ഉറക്കെ ചൊല്ലിക്കേ. അലിഫ്. സഹദും കൂട്ടുകാരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അലിഫ്. ആ ശബ്ദം മദ്രസയിലാകെ മുഴങ്ങിക്കേട്ടു. സഹദിന് വലിയ സന്തോഷം തോന്നി. പുതിയ കൂട്ടുകാരെ കിട്ടി, പുതിയ അക്ഷരങ്ങൾ പഠിച്ചു. തിരികെ വീട്ടിലേക്ക്. മദ്രസ വിട്ടപ്പോൾ ഉമ്മച്ചി ഗേറ്റിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഓടിച്ചെന്ന് ഉമ്മച്ചിയുടെ കൈ പിടിച്ചപ്പോൾ സഹദ് പറഞ്ഞു, ഉമ്മച്ചി, മദ്രസ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നാളെ എനിക്ക് നേരത്തെ വരണം. സഹദ് മോന്റെ മുഖത്തെ ആ പുഞ്ചിരി കണ്ടപ്പോൾ ഉമ്മച്ചിക്കും വലിയ സന്തോഷമായി. അവന്റെ പുതിയൊരു ലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ് അങ്ങനെ മനോഹരമായി പൂർത്തിയായി. എല്ലാവരും നമ്മുടെ സഹദ് മോൻ വേണ്ടി ഇപ്പോൾ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുമല്ലോ. ഇൻഷാല്ലാഹു ബാക്കി വിശേഷവുമായി സഹദ് മോൻ വരും.